നിങ്ങൾ പലപ്പോഴും കാണുന്നത് ഓൺലൈനിൽ പഠിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുട്ടികളെ പലരെയും നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ആ ഓൺലൈൻ എക്സാമിലൂടെ നല്ല സ്കോർ ചെയ്തേക്കുന്ന കുട്ടികൾ ആരാന്നറിയോ? ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികളോടാണ് ഞാൻ ഈ പറയുന്നത്. മക്കളെ, ഒരിക്കലും മണ്ടത്തരം ചെയ്യരുത്. ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്കൊരു തുടക്കത്തിൽ ഇത്രയും വലിയൊരു എക്സാം, സത്യത്തിൽ 1% കുട്ടികൾ സെലക്ട് ചെയ്യപ്പെടുന്ന ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ചുമ്മാ ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് സാധിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ശതമാനം ആളുകൾ, അത്രയും ചുരുങ്ങിയ പെർസെൻറ്റേജ്, വെറും പോയിന്റിൽ എടുത്തു പറയാൻ പറ്റുന്ന ആളുകൾ മാത്രമായിരിക്കും. മക്കളെ, നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇതിലെനിക്ക് പറയാനുള്ള ഫ്രഷേഴ്സായിട്ട്, അതായത് ഈ വർഷം റിപ്പീറ്റിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇതിൽ ഞാൻ ചെറിയൊരു അനുഭവത്തിലൂടെ തന്നെ പറയാം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ ഒരു മെസ്സേജ് വന്നു. അല്ലെ, കുട്ടി പറയുന്നൊരു കാര്യം, ഞാൻ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഓൺലൈനിൽ പഠിച്ചു. ഞാൻ സത്യത്തിൽ എൻ്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിപ്പോയി ഓൺലൈൻ ചൂസ് ചെയ്തത്. അതായത് ആ കുട്ടീനെ സംബന്ധിച്ചത് ഒരു ഐഡിയ ഇല്ലാതെ ഒരു 250ഓളം മാർക്ക് വാങ്ങിക്കാൻ ഈ കഴിഞ്ഞ നീറ്റിൽ സാധിച്ചില്ല. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്താണെന്നറിയാം? നിങ്ങൾ പലപ്പോഴും കാണുന്നത് ഓൺലൈനിൽ പഠിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുട്ടികളെ പലരെയും നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ആ ഓൺലൈൻ എക്സാമിലൂടെ നല്ല സ്കോർ ചെയ്തേക്കുന്ന കുട്ടികൾ ആരാന്നറിയോ? കഴിഞ്ഞ എക്സാംസിലൊക്കെ പലപ്പോഴും അത് റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളോ സൂപ്പർ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളുമാണ്. അവർ ചിലപ്പോൾ ഒരു വർഷം ഓഫ്ലൈനിൽ നന്നായിട്ട് പഠിച്ചിട്ട് ബോർഡർ ലൈനിൽ നിന്നൊക്കെ മിസ്സായ കുട്ടികളായിരിക്കും. അവരെന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നീടുള്ള സമയം അവർ ഓൺലൈനിൽ ഇരുന്നാൽ പോലും അവർക്ക് ഓൾറെഡി കണ്ടന്റ് അറിയാം, എങ്ങനെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഏത് രീതിയിൽ എക്സാമിനെ ഫേസ് ചെയ്യണമെന്ന് അറിയാം. പക്ഷെ ഒരു കാര്യം, ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികളോടാണ് ഞാൻ ഈ പറയുന്നത്. മക്കളെ, ഒരിക്കലും മണ്ടത്തരം ചെയ്യരുത്. ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്കൊരു തുടക്കത്തിൽ ഇത്രയും വലിയൊരു എക്സാം, സത്യത്തിൽ 1% കുട്ടികൾ സെലക്ട് ചെയ്യപ്പെടുന്ന ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ചുമ്മാ ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് സാധിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ശതമാനം ആളുകൾ, അത്രയും ചുരുങ്ങിയ പെർസെൻറ്റേജ്, വെറും പോയിന്റിൽ എടുത്തു പറയാൻ പറ്റുന്ന ആളുകൾ മാത്രമായിരിക്കും. ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കരുത്. ഒരു ഓഫ്ലൈൻ ക്യാമ്പസ് ചൂസ് ചെയ്യുക, ആ രീതിയിൽ പഠിക്കാൻ നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് JPCയിലേക്ക് വരാം. JPC കൊയിലാണ്ടിയിലാണ്. ഈ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ടും ഏറ്റവും നല്ല പെർസെൻറ്റേജ് റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം തന്നെയാണ്. കഴിഞ്ഞ വർഷം 2 ഡിജിറ്റ് റാങ്കുകളായിരുന്നു. ഈ വർഷം നമ്മൾ സിംഗിൾ ഡിജിറ്റ് റാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ 7ാമത്തെ റാങ്കും 100-ൽ തന്നെ 4ഓളം റാങ്കുകൾ ഈ വർഷം JPCന് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും റിസൾട്ടിലൂടെ കേരളത്തിൽ ഏറ്റവും വലിയൊരു സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്ന കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അവരുടെ ഉള്ളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് മാറിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് JPC. ഇവിടുത്തെ ഫാക്കൽറ്റീസും ഇവിടുത്തെ എക്സാംസും അത് വേറെ തന്നെയാണ്. ഒരാൾക്ക് എൻട്രൻസിൽ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ, ഒരു മെഡിസിൻ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെന്നാണെങ്കിൽ, MBBS സ്വപ്നം കാണുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തായിട്ട് ഇങ്ങോട്ട് വരാം. ധൈര്യത്തോടു കൂടെ വന്നു. ഓക്കെ.